നമ്മൾ ഈ ഡിപ്രസ്ഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഇപ്പം എല്ലാവർക്കും ഡിപ്രഷനാണ്. ഭയങ്കര കോമഡി ആയിട്ടുണ്ട് ആ വേർഡ്. ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. ആണ്. പക്ഷെ ടെൻഷൻ വരുമ്പോൾ എല്ലാവരും കേട്ടായ വേർഡ് യൂസ്ഡ് ആയിപ്പോയി, ഡിപ്രഷനിലാണ്. പക്ഷെ ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെന്ന് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതിനപ്പുറത്ത്. ഇതിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു തിൻ ലൈൻ ഉണ്ട്. അവിടെ നിങ്ങൾ പെയിൻ എൻജോയ് ചെയ്യാൻ പഠിക്കും. പെയിൻ ബിക്കംസ് യുവർ ഹാപ്പിനെസ്. ട്രസ്റ്റ് മീ. ഇത് ഒരു അധികം പേരും സംസാരിച്ച് കേട്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു പുസ്തകം എഴുതുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് ഭയങ്കര എക്സ്റ്റസി തരുന്ന പോയിന്റാണ്. യു ആർ ആക്ച്വലി എൻജോയിങ് ദ പെയിൻ. അന്നേരം ഇപ്പോൾ ഒരു നമുക്ക് കാണുന്നവർക്ക് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ പ്രണയ പരാജയങ്ങളായിരിക്കും. അതൊക്കെ പറയും. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു സിറ്റുവേഷൻ. അന്നേരം അവർക്ക് ഒറ്റയ്ക്കിരുന്ന് നക്ഷത്രം എണ്ണാനും വിരഹഗാനങ്ങൾ കേട്ടിട്ട് കരയാനും, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തിനാണ് കേൾക്കുന്നതെന്ന്. പക്ഷേ അതായിരിക്കും യുവർ എൻജോയ്മെൻറ്റ്. നിങ്ങൾക്ക് വേറെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോകാൻ ഇഷ്ടമുണ്ടാവില്ല. എല്ലാവരും മൂവിക്ക് പോകുമ്പോൾ ഇല്ല ഞാനില്ല, നിങ്ങൾ പോയിട്ട് പോയോ. ആ വിഷയം അറിയാവുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരനുണ്ടോ, അവരോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും പിന്നെയും പറയുന്നത്. ആ ഒരു പോയിന്റ് ഉണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവിടുന്ന് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ യു ആർ ലോസ്റ്റ്, യു ആർ ഗോൺ. അതല്ലാതെ അവിടുന്ന് അത് നിങ്ങളുടെ എനർജി ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ മേക്ക് എ കം ബാക്ക്, ദാറ്റ് ഇസ് ദി ബെസ്റ്റ്.